Here we have to discuss about the straightness, squareness and the angularity checking. Straightness checking ആണ് ആദ്യമുള്ളത്. അപ്പോൾ ആദ്യം എങ്ങനെയാണ് സ്ട്രെയിറ്റ്നെസ് എന്നുള്ളത് കോമൺ ആയിട്ട് നമ്മളൊന്ന് ഡിഫൈൻ ചെയ്യേണ്ടത്. സോ straightness, checking of the straightness means deviating from the predefined straight line. നേരത്തെ ഒരു പെർഫെക്റ്റ് കണ്ടീഷൻസിലുള്ള ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചിട്ടുണ്ട്. ആ സ്റ്റാൻഡേർഡ് ലൈനുമായിട്ട് എന്തെങ്കിലും ഡീവിയേഷൻസ് വന്നിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നതാണ് സ്ട്രെയിറ്റ്നസ്. അത് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ചില ഇൻസ്ട്രുമെൻറ്റ്സ് കോമൺലി അവൈലബിൾ ആണ്. അതിലൊന്നാമത്തത് സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്ന ആണ് ഈ സ്പിരിറ്റ് ലെവൽ എന്ന് പറയുന്നത്. സ്പിരിറ്റ് ലെവൽ എന്ന് പറയുമ്പോൾ കോമൺ ആയിട്ട് അതിനൊരു ഔട്ടർ സ്ട്രക്ചറുണ്ട്. ആ സ്ട്രക്ചറിൽ തൻ്റെ സർഫസിൽ തന്നെ ഒരു സ്പിരിറ്റ് ലെവൽ വിത്ത് എ ബബിൾ. പെർഫെക്റ്റ്ലി സ്ട്രെയിറ്റ് ആയിരിക്കുന്ന കണ്ടീഷൻസിലുള്ള ഈ ബബിൾ ഇതിൻ്റെ ഈ ഗ്ലാസ് ട്യൂബിൻ്റെ സെൻറ്റർ പൊസിഷനിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്യും. എന്നാൽ ഇഫ് ദർ ഈസ് എനി ഡീവിയേഷൻ ഫ്രം ദ ഹൊറിസോണ്ടൽ പൊസിഷൻ, then the bubble is shifted to a new position and there will be an angular displacement. അങ്ങനെയാണ് അവിടെ സ്ട്രെയിറ്റ്നസ് ചെക്ക് ചെയ്യുന്നത്. എന്നാൽ അടുത്തതായിട്ട് സാധാരണ അല്പം കൂടെ ഒരു അഡ്വാൻസ്ഡ് മെത്തേഡാണ്. അതാണ് ഓട്ടോ കോളിമേറ്റർ മെത്തേഡ്. ഓട്ടോ കോളിമേറ്റർ ഈസ് an instrument used to find out any very small angular shifts. സ്ട്രെയിറ്റ് സർഫസിലൂടെ ഓട്ടോ കോളിമേറ്റർ ലൈറ്റ് പാസ് ചെയ്യും. അപ്പോൾ ആ സർഫസിൽ ഒന്നാമതായിട്ട് സർഫസിനെ മാർക്കിങ്സ് വെച്ച് ട്രേസ് ചെയ്യും. അതിൻ്റെ ആംഗുലർ പൊസിഷൻസ് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഇതാണ് ഓട്ടോ കോളിമേറ്റർ കൊണ്ട് സ്ട്രെയിറ്റ്നസ് ചെക്ക് ചെയ്യുന്നത്. കാരണം ഇത് പ്രധാനമായിട്ട് ആപ്ലിക്കബിളായിട്ട് വരുന്നത് നമ്മൾ പഠിച്ച ലെയ്ത്തിൻ്റെ സ്ലൈഡ് വെയ്സിൻ്റെ മൂമെൻറ്റിലാണ്. അതായത് അതിൽ വെച്ചിരിക്കുന്ന നമ്മുടെ ടൂൾ പൊസിഷൻസ് വെച്ചിരിക്കുന്ന ക്യാരേജ് അസംബ്ലി മൂവ് ചെയ്യുന്ന സ്ലൈഡ് വെയ്സ് ഉണ്ട്. ആ സ്ലൈഡ് വെയ്സ് സ്ട്രെയിറ്റ് അല്ലാതെ വരുമ്പോൾ എന്ത് സംഭവിക്കും? അങ്ങനെ വരുമ്പോൾ അത് മെഷീനിങ് പ്രോസസ്സിനെ അഫക്റ്റ് ചെയ്യും. അതവിടെ ഒരു സ്ട്രെയിറ്റ്നെസ്സിൻ്റെ ലെവലാണ്. ഇതേപോലെ തന്നെ എല്ലാ മെഷീൻ ടൂൾസിൻ്റെയും അതിൻ്റെ സ്ലൈഡ് വെയ്സ് സ്ട്രെയിറ്റ് ആയിരിക്കണം, അല്ലെങ്കിൽ അത് മെഷീനിങ് പ്രോസസ്സിനെ അഫക്റ്റ് ചെയ്യും. What do you mean by the straightness? What are the different methods for finding the straightness? That straightness means a perfect moment along the straight line which are already predefined, and if there is any deviation then it is out of the straightness. And the straightness can be decided by applying the instruments such as the spirit level, straight edge and the auto collimator. ഇവിടെ സ്ട്രെയിറ്റ് എഡ്ജിൽ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ രണ്ട് വെർട്ടിക്കൽ സ്ട്രക്ചറുണ്ട്. ഈ വെർട്ടിക്കൽ സ്ട്രക്ചർ സ്ട്രെയിറ്റ് ലൈനിലൂടെ അല്ലെങ്കിൽ സ്ട്രെയിറ്റ് സർഫസിലൂടെ മൂവ് ചെയ്യാനായിട്ട് പറ്റും. ആ സ്ട്രെയിറ്റ് എഡ്ജസിൻ്റെ ഭാഗത്ത് പ്രത്യേക സ്പെഷ്യൽ കളർ പിഗ്മെൻറ്റ്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ ആ പിഗ്മെൻറ്റ്സിൽ എന്തെങ്കിലും ബ്രേക്കേജോ അതിൻ്റെ കോൺസെൻട്രേഷൻ ചേഞ്ച്, ആ ഡെൻസിറ്റി ചേഞ്ച് ഉണ്ടാവുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കും അവിടെ ഇന്ന ഭാഗത്ത് സ്ട്രെയിറ്റ്നസ് കുറവാണ്, അല്ലെങ്കിൽ ഇന്ന ഭാഗത്ത് സർഫസിൽ ഡിപ്രഷൻസ് ഉണ്ട്, ഇങ്ങനെ മനസ്സിലാക്കും. ഇതാണ് ഈ സ്ട്രെയിറ്റ് എഡ്ജ് യൂസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന കാര്യങ്ങൾ. അപ്പോൾ ഈ 3 മെത്തേഡ്സുകളും ബ്രീഫായിട്ട് നമ്മൾ എക്സാമിന് പ്രസൻറ്റ് ചെയ്യാൻ അറിഞ്ഞിരിക്കണം. ദ മെത്തേഡ്സ് ആർ using the spirit level you can find out the straightness by you applying the straight edges and through the auto collimator. Next is squareness checking. Squareness checking means the perpendicular surface checking or orthogonal axis checking. അപ്പോൾ ഈ സ്ക്വയർനെസ് ചെക്കിംഗ് നടത്തുന്നതിന് വേണ്ടിയിട്ട് മെത്തേഡ്സുകൾ ഒരുപാടുണ്ടെങ്കിലും നമ്മുടെ സിലബസിനകത്ത് ഉള്ള പരിധിക്കകത്ത് നിന്നുകൊണ്ട് നമുക്ക് പറയാൻ പറ്റുന്നത് ഒരു കോമൺ ആയിട്ടുള്ള സ്ക്വയർനെസ് ചെക്കിംഗ്. ഇപ്പോൾ നമ്മൾ വർക്ക്ഷോപ്പ് ലാബിലൊക്കെ നിങ്ങൾ പെർപെൻഡിക്കുലർ ചെക്കിംഗ് നടത്തിയിട്ടുള്ളത് ട്രൈ സ്ക്വയർ യൂസ് ചെയ്തിട്ടാണ്. അതുപോലെ തന്നെ ആംഗിൾ ഗേജസ് യൂസ് ചെയ്ത് നമുക്ക് നടത്താൻ പറ്റും. ആംഗിൾ ഗേജസ് ഉള്ള ഗേജസിൻ്റെ പീസസ് ഇതിൽ 4 കോർണേഴ്സ് ഉണ്ട്. ഈ 4 കോർണേഴ്സിലും ആംഗിൾ ഗേജസ് നമ്മൾ വെച്ചതിന് ശേഷം
അതിൻ്റെ മുകളിൽ ഡയൽ ഇൻഡിക്കേറ്റർ വയ്ക്കുക. അപ്പോൾ 4 പൊസിഷനിലുള്ള ഡയൽ ഇൻഡിക്കേറ്റർ, ഇപ്പോൾ ഇവിടുത്തെ 2 കോർണർ 1 ആൻഡ് കോർണർ 2 അതിലുള്ള റീഡിങ്സിൻ്റെ എറർ നമ്മൾ ചെക്ക് ചെയ്യുക. അപ്പോൾ അതാണ് അവിടുത്തെ സ്ക്വയർനെസ് ചെക്കിങ്. ഇങ്ങനെ നമുക്ക് എല്ലാ ഭാഗത്തും നോക്കാനായിട്ട് പറ്റും, 4 കോർണേഴ്സും. അപ്പോൾ അങ്ങനെ ഒരു പെർപെൻഡിക്കുലർ സർഫസ് ചെക്കിങ് പോസിബിളാണ്. പക്ഷേ ഇപ്പോൾ ലോങ് സ്ക്വയർനെസ് ചെക്കിങ്ങിന് ഈ ഡയൽ ഗേജ് ചെക്കിങ് പോസിബിളല്ല. അങ്ങനെ വരുമ്പോൾ എൻറ്റയർ സർഫസിലുള്ള സ്ക്വയറിനും പെർപെൻഡിക്കുലറിറ്റിയും ചെക്ക് ചെയ്യണം. അതായത് ഇപ്പോൾ ഒരു ലോങ് ഗൈഡ് വൈസ്, പെർപെൻഡിക്കുലർ ഗൈഡ് വൈസ്, അവിടുത്തെ പെർപെൻഡിക്കുലാരിറ്റി പെർഫെക്റ്റ് ആയിരിക്കണം ഒരു പരിധിവരെ. അല്ല എങ്കിൽ അത് മെഷീൻ മൂവ്മെൻറ്റിനെ അഫക്റ്റ് ചെയ്യും, അല്ലെങ്കിൽ മെഷീൻ സ്ലൈഡ് വേസിനെ അഫക്റ്റ് ചെയ്യും. അപ്പോൾ അതിന് നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു ഓട്ടോ കോളിമേറ്റർ മെഷറിംഗ് സിസ്റ്റമാണ്. ഓട്ടോ കോളിമേറ്ററിനും കൂടെ ലൈറ്റ് പ്ലെയിൻ റിഫ്ലക്റ്റർ യൂസ് ചെയ്ത് സ്ട്രെയിറ്റായിട്ട് മൂവ് ചെയ്തിട്ട് ഈ ഇൻ്റർസെക്ഷനിൽ ദിസ് ഈസ് സെക്ഷൻ 1 or the horizontal section and this is the vertical section, and the vertical and the horizontal meet at this point, let it be M, and here we are providing an optical flat. Optical flat means it is a pentagonal prism where internal reflections are possible. That internal reflections are providing a perpendicular rays. അപ്പോൾ അത് നമുക്ക് ഈ പെൻറ്റഗണൽ പ്രിസം ഇതേ രീതി പൊസിഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം, ഇവിടെ നിന്ന് റേ ഇവിടെ വന്ന് ടച്ച് ചെയ്തതിന് ശേഷം, ഇപ്പോൾ ഈ പോയിൻ്റ് ബി എന്ന് കൊടുക്കുക അല്ലെങ്കിൽ എ എന്ന് കൊടുക്കുക, ടച്ച് ചെയ്തതിന് ശേഷം പിന്നെ അത് ഡീവിയേറ്റ് ചെയ്യുന്നുണ്ട്, പിന്നെ അത് പെർപെൻഡിക്കുലറായിട്ട് ഇവിടുത്തെ ഇതിൽ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ പോയിൻ്റ് 1 ഇവിടെ ഞാൻ ആർ എന്ന് കൊടുക്കാം, ഇവിടെ എസ് എന്ന് കൊടുക്കാം. ഈ ആറിലും എസ്സിലും ഉള്ള റീഡിങ്സ് നമ്മൾ എത്രയാണെന്ന് ചെക്ക് ചെയ്യും. ആ റീഡിങ്സ് തമ്മിൽ എത്ര ഡീവിയേഷൻ ഉണ്ടോ അതാണ് അവിടുത്തെ പെർപെൻഡിക്കുലാരിറ്റി എന്ന് പറയുന്നത്. വൺസ് അഗെയിൻ, ഹിയർ വി ആർ യൂസിങ് ആൻ ഇൻസ്ട്രുമെൻറ്റ് കോൾഡ് ഓട്ടോകോളിമേറ്റർ. The autocollimator is allowed to emit the monochromatic light through the plane reflector, and at that intersection here we are providing a pentagonal prism or an optical flat. There you will get a total internal reflection at a 90 degree, and it reaches the plane reflector at the S. Note down the readings at R and S. The difference in the measurements gives the squareness position. ഇതാണ് നമുക്കിവിടെ അറിയാനായിട്ട് പറ്റുന്നത്. അപ്പോൾ സ്ക്വയർനെസ് ചെക്കിംഗ് എന്ന് പറയുന്നത് മെഷീനിങ് ഗൈഡ് വൈസിനെ സംബന്ധിച്ച് അതിൻ്റെ അലൈൻമെൻറ്റ് മറ്റ് കാര്യങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. മോഡ്യൂളിൽ അടുത്തതായിട്ട് ആംഗുലർ മെഷർമെൻറ്റാണ്. സാധാരണ ലെങ്തിൻ്റെ മെഷർമെൻറ്റ് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ആംഗിൾസിൻ്റെ മെഷർമെൻറ്റും. ആംഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാവുന്നതാണ്. അതായത് ഇറ്റ് ഈസ് ദി ആർക്ക് സബ്സ്റ്റൻഡ് ബിറ്റ്വീൻ ദ 2 ലൈൻസ്. അതാണ് ആംഗിൾ എന്ന് പറയുന്നത്. ആംഗിളിൻ്റെ മെഷർമെൻറ്റ്സ് നമുക്കറിയാം, ഡിഗ്രിയും മിനിറ്റ്സ് ഒക്കെയാണ്. അതുപോലെ തന്നെ അതിനെ റേഡിയൻസിലും കൺവേർട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് ആംഗുലർ മെഷറിംഗ് ഡിവൈസസ് എന്നുള്ള കാര്യമാണ് അടുത്ത് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത്. അതിൽ ഒന്നാമതായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് സൈൻ ബാർ എന്നാണ്. സൈൻ ബാറിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഓപ്പോസിറ്റ് സൈഡും അതിൻ്റെ ലെങ്തും തന്നാൽ നമുക്ക് ആംഗിൾ കണ്ടുപിടിക്കാൻ പറ്റും, സൈൻ ഓഫ് ദി ആംഗിൾ കണ്ടുപിടിക്കാൻ പറ്റും. ഇപ്പോൾ ഒരു സ്പെസിമൻ, ആ സ്പെസിമനിൻ്റെ സർഫസിൽ സൈൻ ബാറിൻ്റെ സർഫസ് കോയിൻസൈഡ് ചെയ്ത് വെച്ചു. എന്നിട്ട് അതിൽ 2 റോളേഴ്സ് ഉണ്ട്. ആ 2 റോളേഴ്സിനെയും നമ്മൾ സ്ലിപ്പ് ഗേജസ് യൂസ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്യും. എവിടം വരെ അഡ്ജസ്റ്റ് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഇത് തമ്മിലുള്ള വേക്കൻറ്റ് സ്പേസ് ഫില്ലാകുന്നത് വരെ, അതായത് വർക്ക് പീസ് സൈൻ ബാറും തമ്മിലുള്ള വേക്കൻറ്റ് സ്പേസ് കംപ്ലീറ്റ്ലി ടച്ച് ആകുന്നത് വരെ നമ്മൾ അതിനെ അഡ്ജസ്റ്റ് ചെയ്യും. അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമ്മുടെ ഇക്വേഷൻ അപ്ലൈ ചെയ്താൽ മതിയാവും. സൈൻ ആൽഫ ഇസ് ഈക്വൽ ടു H2 മൈനസ് H1 ഡിവൈഡഡ് ബൈ L. സൈൻ ബാറിൻ്റെ കുറച്ച് ഡിസ്അഡ്വാൻറ്റേജസ് ഉണ്ട്. ഒന്നാണ് പറയുന്നത്, ഇത് റിലയബിലിറ്റി ഉള്ളത് അപ് ടു 15 ഡിഗ്രി ആംഗിൾ വരെ മാത്രമാണ് ഇതിന് റിലയബിലിറ്റി ഉള്ളത്. എന്നാൽ
വളരെ ഹയർ ആംഗിൾസ് വരുമ്പോൾ സൈൻ ബാർ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയില്ല. പിന്നെ ഇതിന് ആക്യുറസി കൂടുതലാണ്, ആക്യുറസി കുറവാണ് ബാക്കിയുള്ളതുമായിട്ട് ബന്ധപ്പെട്ട്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ സ്മോൾ വേരിയേഷൻസ് നമ്മൾ നെഗ്ലക്റ്റ് ചെയ്യണം. സ്മോൾ എറേഴ്സ്, ഒരുപാട് പാരലാക്സ് എറേഴ്സ് വരാനുള്ള സാധ്യതകൾ ഇവിടെ കൂടുതൽ, സെറ്റിംഗ് എറേഴ്സ് വരാനുള്ള സാധ്യതകൾ ഇതൊക്കെ കൂടുതൽ ഈ സൈൻ ബാറിൽ ഉണ്ട്. അടുത്തതായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ട സിമ്പിൾ ആയിട്ടുള്ള മെഷർമെൻറ്റ്സ് ആണ് ആംഗിൾ ഗേജസ് എന്ന് പറയുന്നത്. ആംഗിൾ ഗേജസ് എന്ന് പറയുന്നത് പീസസ് ആണ്, സെറ്റ് ഓഫ് പീസസ് ആണ്. അതിൽ പോസിറ്റീവ് ആംഗിൾസ് ആണ്. ഇപ്പോൾ ഇൻക്രീസ്ഡ് ആംഗിൾ ആണെങ്കിൽ നമുക്ക് പിന്നെ പോസിറ്റീവ് ആംഗിൾ ഗേജസ് വയ്ക്കാൻ പറ്റും. ഡിക്രീസ്ഡ് ആംഗിൾസ് ആണെങ്കിൽ നെഗറ്റീവ് ആംഗിൾ ഗേജസ് നമുക്ക് വയ്ക്കാൻ പറ്റും. അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം ഡയൽ ഇൻഡിക്കേറ്റേഴ്സ് ലൊക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആംഗിൾ മെഷർ ചെയ്യാനായിട്ട് പറ്റും. അടുത്തതായിട്ട് ബിവൽ പ്രൊട്രാക്ടർ ആണ്. ബിവൽ പ്രൊട്രാക്ടർ എന്ന് പറയുമ്പോൾ സാധാരണ ഇതിനകത്തൊരു റൗണ്ട് ഗ്രാജുവേഷൻസ് ഉള്ള ഒരു സ്കെയിൽസ് ഉണ്ട്. അപ്പോൾ അതിനകത്ത് ഏകദേശം 0 to 360 വരെയുള്ള റൊട്ടേഷൻസും ഇതിനകത്ത് പോസിബിളാണ്. ഇതിൽ പിന്നെ വെർനിയർ സ്കെയിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇതിൻ്റെ ആക്യുറസി വളരെ കൂടുതലാണ്. ഇതിൻ്റെ ലീസ്റ്റ് കൗണ്ടായിട്ട് പറയുന്നത് 5 minutes ആണ്. അപ്പോൾ റീഡിങ്സ് എടുക്കാൻ നേരത്ത് നമ്മുടെ ടോട്ടൽ റീഡിങ് ഇസ് ഈക്വൽ ടു മെയിൻ സ്കെയിൽ റീഡിങ് പ്ലസ് വെർനിയർ സ്കെയിൽ റീഡിങ് ഇൻ ടു ദ ലീസ്റ്റ് കൗണ്ടാണ്. അപ്പോൾ ഇതിൽ ഒരു നൈഫ് എഡ്ജ് ഉണ്ട്, ഒരു നൈഫ് സർഫസ് ഉണ്ട്. അത് നമുക്ക് ആംഗുലർ ബോഡിയിൽ വെച്ചത് ഫിറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് എത്രയാണ് ഇതിൻ്റെ റീഡിങ്സ് എന്ന് ഉള്ളത്, 0യിൽ ഏത് കോയിൻസൈഡ് ചെയ്യുന്നു, 0ക്ക് ശേഷം കോയിൻസൈഡ് ചെയ്യുന്ന എത്ര, മെയിൻ സ്കെയിൽ റീഡിങ്സ് നോട്ട് ഡൗൺ ചെയ്യാൻ പറ്റും, വെർനിയർ സ്കെയിൽ റീഡിങ് നോട്ട് ഡൗൺ ചെയ്യാൻ പറ്റും. അപ്പോൾ വലിയ വർക്ക് പീസസിലാണെങ്കിൽ നമുക്ക് ഹൈ ലെങ്തുള്ള ബെവൽ പ്രൊട്രാക്ടേഴ്സാണ് യൂസ് ചെയ്യുന്നത്. കാരണം ഇപ്പോൾ ചില ലോങ് വർക്ക് പീസസ് ഉണ്ട്, അതിൻ്റെ ആംഗിൾസ് ഇപ്പോൾ സപ്പോസ് ദ കേസ് ഓഫ് ദി വി ബ്ലോക്ക്, ഇപ്പോൾ വി സർഫസ് വലിയൊരു വി സർഫസ് ആണെങ്കിൽ നമുക്ക് അതിൻ്റെ റൗണ്ട് സർഫസിൻ്റെ ആംഗിൾസ് എല്ലാം നമുക്ക് മെഷർ ചെയ്യാനായിട്ട് ലോങ് ഫിക്സ്റ്റേഴ്സ് ഇതിനോട് കൂടെ ആവശ്യമായിട്ടുണ്ട്. നെക്സ്റ്റ് ഈസ് ക്ലിനോമീറ്റർ. ക്ലിനോമീറ്റർ എന്ന് പറയുന്നത് ഒരു ഓപ്റ്റിക്കൽ ആംഗുലർ മെഷറിംഗ് ഡിവൈസാണ്. ഇതിൽ സ്പിരിറ്റ് ലെവലിൻ്റെ ഒരു എക്സ്പാൻഷനാണ് ഈ ഡിവൈസ് എന്ന് പറയുന്നതിൽ തെറ്റില്ല. കാരണം സ്പിരിറ്റ് ലെവലിൽ നമുക്കറിയാം എക്സാക്ട്ലി സെൻറ്റർ പൊസിഷനിലാണ് അതിൻ്റെ സ്പിരിറ്റ് ലെവൽ ഇരിക്കുന്നത്. ഇതേപോലെ തന്നെ ഇവിടെ നമ്മൾ ഇതിൻ്റെ ഫ്രെയിം നമ്മൾ സർഫസിൽ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് ഇതിനെ റൊട്ടേറ്റ് ചെയ്യാനായിട്ട് പറ്റും. റൊട്ടേറ്റ് ചെയ്യുന്നത് ഏത് പൊസിഷൻ വരെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ബബിൾസ് എക്സാക്ട് സെൻറ്റർ പൊസിഷൻ വരുന്നത് വരെ നമ്മൾ ഇതിന് റൊട്ടേഷൻ അഡ്ജസ്റ്റ് ചെയ്യും. അഡ്ജസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് അഡ്ജസ്റ്റബിൾ സ്ക്രൂസ് ഇതിനകത്തുണ്ട്. ഇപ്പോൾ ഈ സ്പിരിറ്റ് ലെവൽ സെൻറ്റർ പൊസിഷനിലേക്ക് ഈ ബബിൾസ് സെൻറ്റർ പൊസിഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഐ പീസിനെ അഡ്ജസ്റ്റ് ചെയ്ത് അതിൻ്റെ റീഡിങ്സ് എന്താണെന്ന് നോട്ട് ചെയ്യാനായിട്ട് പറ്റും. ദെൻ ഫൈനൽ റീഡിംഗ് മൈനസ് ഇനിഷ്യൽ റീഡിംഗ് റെപ്രസെൻറ്റ്സ് ദ ആംഗിൾ ഓഫ് ദാറ്റ് സ്പെസിമൻ. അപ്പോൾ ഇതെല്ലാം നോക്കുമ്പോൾ ആംഗുലർ മെഷറിംഗ് സിസ്റ്റത്തിന് ഒരുപാട് അഡ്വാൻസ്മെൻറ്റ്സ് ഈ കാലങ്ങളിൽ വന്നിട്ടുണ്ട്. ഇപ്പോൾ തന്നെ ചെറിയ നമ്മൾ മറ്റേ ഓട്ടോ കോളിമീറ്റർ നോക്കിയാണ് സ്മോൾ ഷിഫ്റ്റ് മെഷർമെൻറ്റ്സ് എല്ലാം ഓട്ടോ കോളിമീറ്ററിൽ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. ലാർജർ ആംഗിൾസ് മെഷർ ചെയ്യാൻ മാനുവലായിട്ടും അതേപോലെ തന്നെ ഇലക്ട്രോണിക് ഡിവൈസസും അവൈലബിൾ ആണ്. അപ്പോൾ വാട്ട് ആർ ദി നമ്മുടെ എക്സാമിനേഷൻ പോയിൻ്റ് ഓഫ് വ്യൂവിൽ നോക്കുമ്പോൾ വാട്ട് ആർ ദി ലിസ്റ്റ് ഔട്ട് ദ വേരിയസ് ആംഗുലർ മെഷറിംഗ് ഡിവൈസസ്, എക്സ്പ്ലെയിൻ എനി ടു ഓഫ് ദം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ക്ലിനോമീറ്റർ എഴുതാം, സൈൻ ബാർ എഴുതാം, ബിവൽ പ്രൊട്രാക്ടർ എഴുതാം, പിന്നെ അതേപോലെ തന്നെ ആംഗിൾ ഗേജസ് എഴുതാം. ഇതെല്ലാം ചെയ്യാവുന്നതാണ്. അടുത്ത് കമ്പാരിറ്റർ ആണ്. കമ്പാരിറ്റർ മീൻസ് കമ്പയറിംഗ് ദ റീഡിങ്സ് ഓഫ് ദി ഇൻസ്ട്രുമെൻറ്റ് വിത്ത് എ സർട്ടൺ ഡിവൈസ്. അതായത് നമുക്കിപ്പോൾ ഏതെങ്കിലും ഒരു എക്യുപ്മെൻറ്റിലുള്ള റീഡിങ് കമ്പയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു എലിമെൻ്റാണ് ഈ കമ്പാരിറ്റർ എന്ന് പറയുന്നത്. ഒരുപാട് ടൈപ്സ് ഉണ്ട്. മെക്കാനിക്കൽ കമ്പാരിറ്റേഴ്സ് ഉണ്ട്, ഇലക്ട്രിക്കൽ കമ്പാരിറ്റേഴ്സ് ഉണ്ട്, ഇലക്ട്രോണിക് കമ്പാരിറ്റേഴ്സ്, ഓപ്റ്റിക്കൽ കമ്പാരിറ്റേഴ്സ് എക്സെട്ര. അപ്പോൾ ഇതിൻ്റെ ബേസിക് പ്രിൻസിപ്പിൾസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ഡയറക്റ്റ് മെഷർമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻസ്ട്രുമെൻറ്റിൽ ഗ്രാജുവേഷൻസ് ഉണ്ടാകും. അത് നമ്മൾ സ്പെസിമെനുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്ത് റീഡിങ് എങ്ങനെയാണെന്ന് നോട്ട് ചെയ്യും. അപ്പോൾ ആ റീഡിങ്സ് എന്ന് പറയുന്നത് ഒരു സ്റ്റാൻഡർഡൈസ്ഡ് റീഡിങ്സ് ആണ്. എന്നാൽ
നമ്മൾ കമ്പാരറ്റർ എലിമെൻറ്റ് യൂസ് ചെയ്യുമ്പോൾ ഈ സ്പെസിമെനുമായിട്ട് റീഡിങ്സ് എത്രയുണ്ടെന്ന് നമ്മൾ നോക്കും. ഇതിൻ്റെ ഡിഫറൻസ് ഇൻ ദാറ്റ് റീഡിങ്, ആ ഡിഫറൻസ് ഇൻ ദാറ്റ് റീഡിങ് ആണ് ഈ കമ്പാരറ്റർ ചെയ്യുന്ന ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ സ്റ്റാൻഡേർഡ് എലിമെൻറ്റ് വെച്ച് നമുക്ക് മെഷർമെൻറ്റ് നടത്തി കഴിഞ്ഞാൽ കമ്പാരറ്റർ ചെയ്ത് വെച്ച് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. അപ്പോൾ ആ മെഷറിങ് തമ്മിലുള്ള ഡിഫറൻസ്, ദിസ് ഇസ് ദ കേസ് ഓഫ് ദി കമ്പാരറ്റർ. ഈ കമ്പാരറ്ററിൽ ഏറ്റവും പ്രധാനമായിട്ട് സിമ്പിളായിട്ട് നമുക്ക് ഫോം ചെയ്യുന്ന ഒരു കമ്പാരറ്ററാണ് ഈ മെക്കാനിക്കൽ കമ്പാരറ്റർ എന്ന് പറയുന്നത്. ഇതിൽ ബേസിക് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് എലിമെൻറ്റ്സ് ഉണ്ടെങ്കിലും നമ്മൾ ബേസിക് എലിമെൻറ്റ്സ് മാത്രമാണ് ഇവിടെ കൺസിഡർ ചെയ്യുന്നത്. ഒന്ന്, ഇവിടെ ഒരു അപ്പ് ആൻഡ് ഡൗൺ മൂവ്മെൻറ്റ് ഉള്ള ഒരു പ്ലഞ്ചർ ഇവിടെ ഉണ്ട്. ഈ പ്ലഞ്ചറിൻ്റെ മൂവ്മെൻറ്റ് ഡയറക്റ്റായിട്ട് ഇതിന് ഒരു ഗിയർ അറേഞ്ച്മെൻറ്റ്സ് ഉണ്ട്. ആ ഗിയർ അറേഞ്ച്മെൻറ്റ്സുമായിട്ട് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ പ്ലഞ്ചറിൻ്റെ അപ്പ് ആൻഡ് ഡൗൺ മൂവ്മെൻറ്റ്സ് ഡയറക്റ്റായിട്ട് ഈ പോയിൻ്ററുമായിട്ട് ഘടിപ്പിച്ചിട്ടുണ്ട്. പോയിൻ്റർ ഇന്ന ഗ്രാജുവേഷൻസുമായിട്ട് കണക്റ്റഡ് ആണ്. ഇപ്പോൾ നമ്മൾ സപ്പോസ് വി ഹാവ് ടു മെഷർ എ സർഫസ് ഓർ ദി ഡിപ്രഷൻസ് ഓൺ ദ സർഫസ്. The plunger is moving along that surface at certain points and note down the readings. Check out the difference the readings at different points. Then you will get the comparison of that measurements. അപ്പോൾ അതിൻ്റെ മാഗ്നിഫിക്കേഷൻ ചെയ്യുന്നതിന് മാഗ്നിഫിക്കേഷൻ റേഷ്യോസ് ഒക്കെ ഉണ്ട്. ഇപ്പോൾ M1 ആണ് നമ്മൾ ഓപ്റ്റിക്കൽ ഫിസിക്സിൽ പറയുന്നത് പോലെ പ്രോഡക്റ്റ് ഓഫ് മാഗ്നിഫിക്കേഷൻസ് എടുത്താണ് അതിൻ്റെ എഫക്റ്റീവ് മാഗ്നിഫിക്കേഷനൊക്കെ കാണുന്നത്. അപ്പോൾ ഇതിൽ വേറെ പ്രത്യേകിച്ച് പവർ സപ്ലൈ മറ്റുള്ള കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ ഈ പ്ലഞ്ചറിൻ്റെ മൂവ്മെൻറ്റ് യൂണിഫോം അല്ലാതെ വരുമ്പോഴേ ചില സമയത്ത് റീഡിങ്സിനൊക്കെ ചില പ്രശ്നങ്ങൾ ഉണ്ടാകത്തുള്ളൂ. പക്ഷേ എന്നാൽ ബാക്കിയുള്ള എല്ലാ കമ്പാരിറ്റേഴ്സുമായിട്ട് നോക്കുമ്പോൾ വളരെ ഈസിനെസ് ഉള്ളതാണ്. എന്നാൽ ഇലക്ട്രോണിക് കമ്പാരിറ്റേഴ്സ് അങ്ങനെയല്ല. ഇലക്ട്രോണിക് കമ്പാരിറ്റേഴ്സ് കൂടുതലും നമുക്ക് മെഷർ ചെയ്യേണ്ട സ്പെസിഫിക് പോയിൻറ്റിനകത്ത് നമ്മൾ ഇലക്ട്രോണിക് സിസ്റ്റംസ് യൂസ് ചെയ്ത് റീഡ് ചെയ്യാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഇലക്ട്രോണിക് സിസ്റ്റം യൂസ് ചെയ്ത് റീഡിങ്സ് ചെയ്യാമെന്ന് ഉദ്ദേശിച്ചാൽ സപ്പോസ് വി ക്യാൻ യൂസ് സെൻസേഴ്സ് ഓൾസോ. സെൻസർ വെച്ചിട്ട് നമുക്ക് റീഡിങ് മെഷർമെൻറ്റ് എടുക്കാൻ പറ്റും. ഇതുപോലെ തന്നെ ഓപ്റ്റിക്കൽ സിസ്റ്റത്തിലാണെങ്കിൽ സർഫസിലേക്ക് ലൈറ്റ്സ് നമ്മൾ പാസ് ചെയ്തതിന് ശേഷം റിഫ്ലക്ഷൻസ് മെഷർ ചെയ്താണ് ആംഗുലർ ഡീവിയേഷൻസാണ് അവിടെ നമ്മൾ കൂടുതൽ ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ ഈ കമ്പാരറ്റേഴ്സ് എന്ന് പറയുന്നത് സാധാരണഗതിയിൽ എല്ലാ വർക്ക്ഷോപ്സിലും ഉണ്ടാകുന്നതാണ്. ഇപ്പോൾ ഡയൽ ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നത് ഒരു കമ്പാരറ്ററാണ്. ഒരു സർഫസിലുള്ള അതിൻ്റെ സർഫസ് ഇംപ്രഷൻസ് ഡയൽ ഇൻഡിക്കേറ്റേഴ്സ് വെച്ച് മെഷർ ചെയ്യാൻ പറ്റും. ഈ പ്ലഞ്ചർ സർഫസിലൂടെ മൂവ് ചെയ്യിച്ച് പോകാൻ പറ്റും. മൂവ് ചെയ്യിച്ച് പോകുമ്പോൾ അവിടെ നമുക്ക് റീഡിങ്സ് നോട്ട് ഡൗൺ ചെയ്യാൻ പറ്റും. എന്തെങ്കിലും ഡീവിയേഷൻ റീഡിങ്സ് നോട്ട് ഡൗൺ ചെയ്യാൻ പറ്റും. കാരണം പ്ലഞ്ചറിൻ്റെ മൂവ്മെൻറ്റാണ് ഗിയറിന് മൂവ്മെൻറ്റ് ഉണ്ടാകുന്നത്. ഗിയറിൻ്റെ മൂവ്മെൻറ്റ് ഡയറക്റ്റായിട്ട് പോയിൻ്ററിലേക്ക് പലപ്പോഴും ട്രാൻസ്ഫർ ചെയ്യുന്നതായിട്ടാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. സോ ഇവിടെ നമുക്ക് പറയാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് ഈസ് എ കമ്പാരറ്റർ ആൻഡ് വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് കമ്പാരറ്റർ. ലിസ്റ്റ് ഔട്ട് ദ വേരിയസ് ടൈപ്പ് ഓഫ് കമ്പാരറ്റേഴ്സും ക്വസ്റ്റ്യനിൽ ചോദിക്കാവുന്നതാണ്. മെക്കാനിക്കൽ കമ്പാരറ്റർ, ഇലക്ട്രോണിക് കമ്പാരറ്റർ, then the optical comparator, etc. So the basic principle behind the comparison is we are comparing the standard measurement device and note down the difference in the reading of the measurement.